ഈ ട്രംപ് 50% താരിഫ് അടിച്ച് ഇന്ത്യക്ക് തന്നിട്ടുണ്ട്. വീണ്ടും 50%, അതായത് 25% ചേർത്താണ് ഇപ്പോൾ 50 ആയത്. ഇനിയും മുകളിലോട്ട് പോകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. കാരണം വൈകുന്നേരം 2 സ്മോൾ അടിച്ചിട്ട് ഇരിക്കുമ്പോഴാണ് അടുത്ത താരിഫ് ഇനി നാളെ എത്ര ആക്കിയാലോ എന്ന് ചിന്തിക്കുന്നത് ട്രംപ് അച്ചായൻ. അപ്പം അങ്ങനെ ഇപ്പം പുതിയ താരിഫായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിൽ കോൺഗ്രസിലെ തരൂരിനെ പോലുള്ളവരൊക്കെ ഇപ്പം പറയുന്നുണ്ട് തിരിച്ച് 50% താരിഫ് അടിച്ചു കൊടുക്കുന്നത് പറഞ്ഞു. അങ്ങനെ അഭിപ്രായങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇന്ത്യ അത്തരത്തിൽ എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു തിരിച്ച് ഒരു നടപടികൾ, അത്തരത്തിലുള്ള നടപടികളിലേക്ക് കടക്കുന്നുണ്ടോ? എന്തെങ്കിലും അതിലൊരു അങ്ങനെ ഒരു തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ടോ അണിയറയിൽ? സ്വാഭാവികമായും അത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾ നമ്മൾ നടത്തേണ്ടതുണ്ട്. അതിനുള്ള രീതിയിൽ നടക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് ഏറ്റവും ആദ്യം പറയേണ്ടത് 31,500 കോടി രൂപയുടെ ഡിഫൻസ് കരാറാണ് നമ്മൾ പറഞ്ഞത്. പോട്ടുപുല്ല് F-35 അല്ല, മൊത്തത്തിലുള്ള പ്രതിരോധ കരാർ എന്ന് പറയുന്നത് ഇത്ര കോടിയാണ്, 31,500 കോടി. അത് നമ്മൾ പറഞ്ഞു വേണ്ട, നമ്മൾ ചെയ്യുന്നില്ല, നിങ്ങളുമായിട്ട് വേണ്ട എന്നുള്ളതാണ്. അപ്പോൾ ഈ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ F-35 കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു പ്രവർത്തനശേഷിയൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായിട്ടുണ്ട്. ഈ പൊലിപ്പിച്ച് പറയുന്നതും അതല്ലാതെ നമ്മൾ പ്രവൃത്തിയിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളുണ്ട്. നമ്മൾ ഏതാണ്ട് റഷ്യയുമായിട്ട് ചേർന്ന് ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും തന്നെ, എല്ലാ പ്രതിരോധ ഉപകരണങ്ങളും തന്നെ നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നവയാണ്. അതുകൊണ്ടാണല്ലോ ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ളവ വാങ്ങാനായിട്ട് ആളുകൾ വരുന്നത്. മറ്റൊന്ന്, ബ്രിക്സ് എന്ന് പറയുന്ന ചേരി, അല്ലെങ്കിൽ ബ്രിക്സ് എന്ന് പറയുന്ന കൂട്ടായ്മയുടെ ഒരു ഉയർച്ച ഇതിൽ കാണാനാകുന്നുണ്ട്. ബ്രിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രാജ്യങ്ങളെല്ലാം തന്നെ ഒത്തൊരുമയോടുകൂടി നിൽക്കുന്നുണ്ട്. അവർക്ക് ആരെയും ഇകഴ്ത്താനോ പുകഴ്ത്താനോ അല്ല താല്പര്യമില്ല. പക്ഷെ അവർക്ക് ഈ ഒരു സർവാധിപത്യത്തോട് താല്പര്യമില്ല. അതുകൊണ്ടാണ് മോദി ഒരു നിലപാട് പറയുമ്പോൾ അതിനൊപ്പം നിൽക്കുന്നത്. നമ്മൾ ശക്തമായി നിലപാട് പറയുക മാത്രമല്ല, നമ്മൾ അവരോട് ട്രംപ് ഇപ്പോൾ പറഞ്ഞ ഈ പിഴത്തുക കൂടി ചേർത്തുകൊണ്ട് 50% എന്ന് പറയുമ്പോഴും നമ്മൾ പറയുന്നത് ഈ പരിപാടി നടക്കില്ല, നിങ്ങൾ എത്ര ഇതാക്കിയാലും ഞങ്ങൾ ആ വഴിക്ക് വരില്ല. ഒരു തീരുമാനമുണ്ടെങ്കിൽ 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും, നമ്മൾ പറയില്ല ഒരു പാലം ഇട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും, ആ രീതിയാണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും കാർന്നോരെ എന്നാണ് നമ്മുടെ ഇവിടുത്തെ കാർന്നോര് ട്രംപ് കാർന്നോരോട് പറഞ്ഞത്. അപ്പം അതാണ് പുള്ളിക്ക് കൊള്ളുന്നതും. ഇവർ പറയുന്നതിലൊന്നും നിൽക്കുന്നില്ല. മാത്രമല്ല റഷ്യയുമായി ചേർന്നുള്ള പ്രവർത്തനം, ഈ പറയുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ ഇവിടെ ഇറക്കുന്നതിൽ വിരോധമൊന്നുമില്ല, ഈ പറയുന്ന ഇറക്കുന്നതിൽ. പക്ഷെ അതേ സ്വാതന്ത്ര്യം അവിടെയും തരണം. അവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് അല്ലേ? അതായത് ഇവിടെ ഇറക്കുന്നതിൽ താരിഫ് ഈ പറയുന്ന നമുക്ക് അവിടെ നമ്മൾ ഇറക്കുമതി ചെയ്യുമ്പോൾ അവരുടെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അവർക്ക് താരിഫ് പറ്റില്ല. മറ്റൊന്ന്, നമ്മൾ കൊടുക്കുമ്പോൾ അവിടെ താരിഫും വരും. മാത്രമല്ല നമ്മുടെ ഈ കാർഷിക മേഖല, പാലുൽപ്പന്ന മേഖല, ആ മേഖലകളൊന്നും നമുക്ക് പൂർണ്ണമായും തുറന്നു കൊടുക്കാൻ പറ്റില്ല. അത് പൂർണ്ണമായും തുറന്നു കൊടുക്കണമെന്നാണ് അവർ പറയുന്നത്. അതിനോട് നമ്മൾ പൂർണ്ണമായും തുറന്നു കൊടുക്കുക എന്ന് ഉദ്ദേശിക്കുന്ന അവരുടെ പ്രോഡക്ട്സ് ഇവിടെ ഈ പറയുന്ന പോലെ ഇറക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ്. വിപണി തുറന്നു കൊടുക്കുക, വിപണി പൂർണ്ണമായിട്ടും തുറന്നു കൊടുക്കുക. അപ്പൊ നമ്മുടെ ഇവിടുത്തെ പ്രോഡക്ട്സ് എന്ത് ചെയ്യും? അല്ല, ഞാൻ പറയുന്നത് അവിടെ ഒരു തുറന്നു കൊടുക്കുന്നത് വഴി നമ്മുടെ പ്രോഡക്ട്സിന് ഒന്നും പറ്റില്ല. പക്ഷെ ഇവരുടെ ഈ പറയുന്ന, അതാണ് കഴിഞ്ഞ ദിവസം മാർക്കോ റൂബിയോ പറഞ്ഞതായിരുന്നു റേഡിയോയിൽ. അതായത് ഇവരുടെ ഇത്തരത്തിൽ ജനിതക മാറ്റം വരുത്തിയ പ്രോഡക്ട്സ്, അത് ശാസ്ത്രീയമായി പഠനങ്ങളിൽ പറയുന്നത് നല്ലതാണ്, ബെറ്റർ ക്വാളിറ്റി ആണെന്നാണ് പറയുന്നത്. അപ്പം ഈ നമ്മളിവിടെ മനസ്സിലാക്കുക, ഇവിടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഉണ്ട്. ഇപ്പം നീൽഗിരീസിൽ നിന്ന് പച്ചക്കറി വാങ്ങിക്കുക, ഓർഗാനിക് പച്ചക്കറി നല്ല ഇരട്ടി പൈസ കൊടുത്ത് വാങ്ങിക്കും. കാരണം അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം ഇവർക്കറിയാം. അപ്പോൾ ഇവർക്ക് അമേരിക്കൻ പാൽ, അമേരിക്കൻ ബ്രിഞ്ചോൾ, അല്ലെങ്കിൽ അത്തരത്തിൽ അമേരിക്കൻ പച്ചക്കറികൾ, അല്ലെങ്കിൽ അമേരിക്കൻ ഗോതമ്പൊക്കെയാണ് അവർ പ്രധാനമായിട്ടും ന്യായിക്കുന്നത്. അപ്പം അത്തരത്തിലുള്ള ധാന്യങ്ങളൊക്കെ വാങ്ങിക്കാനൊരു വലിയ ഒരു മിഡിൽ ക്ലാസ് ഉണ്ട്. അവരെ നമുക്ക് തുറന്നു തരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതുണ്ട്. അതിനേക്കാൾ ഇപ്പോൾ നമ്മുടെ നാട്ടില് നമ്മുടെ സ്വദേശി മൂവ്മെന്റ്, സ്വദേശി, അതാണ് പറഞ്ഞത്. അത് അവിടെയാണ് നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള ബിസിനസ്സുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കടമ, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ഗതികേടെന്ന് വേണമെങ്കിലും പറയാം. കാരണം ഞാൻ ഗതികേടെന്ന് പറയാൻ കാരണം ഇവരുടെ ബിസിനസ് ഇന്ത്യയിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. മറ്റ് പുറത്തോട്ട് അത് എക്സ്പോർട്ട് ഇപ്പം അമേരിക്ക ചെയ്യുന്ന പോലെ എക്സ്പോർട്ടിൽ വലിയ രീതിയിലുള്ള വിജയം കണ്ടെത്തുന്നില്ല. കണ്ടെത്തുമായിരുന്നെങ്കിൽ സർക്കാരിന് ഇങ്ങനെ ഒരു
ആശങ്ക ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ മറ്റൊരു കാര്യമില്ലേ, 146 കോടി ജനങ്ങളാണ്. നമ്മുടെ സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങുകയാണെങ്കിൽ അത്രത്തോളം വലിയൊരു വിപണി വേറെയില്ല. നമുക്ക് വേറെ വിപണി നോക്കി പോകേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മികവ് നമുക്കറിയാം. അവിടെ നിന്ന് ജനിതക മാറ്റം വരുത്തി വരുന്നവ കഴിച്ച് നമ്മൾ ഇടങ്ങേറാവേണ്ട ആവശ്യമില്ല. ഒരു കച്ചവടപരമായിട്ടുള്ള പ്രശ്നമുണ്ട്. അതായത് ഇപ്പം ജേസി നേരത്തെ പറഞ്ഞു നമ്മുടെ പ്രോഡക്ട്സ് നമ്മൾ തന്നെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി ഒരിക്കലും അസസ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഞാൻ പറയുന്നത് കച്ചവടത്തിൽ അതിൻ്റെ ഒരു മേന്മ എത്രത്തോളമാണെന്ന്. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോഴാണ് ശരിക്കും, ഇപ്പോൾ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ മാറ്റങ്ങൾ മാറാൻ ഫോഴ്സ് ചെയ്യപ്പെടും. അപ്പോൾ അത്തരത്തിൽ കർഷകർ അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക മാർക്കറ്റിങ്ങും പാക്കേജിങ്ങും ഒക്കെ അത്തരത്തിൽ ചെയ്യാൻ ഫോഴ്സ് ചെയ്യപ്പെടും. അത് ചെയ്യേണ്ടതാണ്, പക്ഷേ ആ വിപണിയിൽ പിടിച്ചിരിക്കാൻ വേണ്ടി. പക്ഷേ ഞാൻ പറയുന്ന അത്തരത്തിലൊരു കോമ്പറ്റീഷൻ ഉണ്ടായാൽ മാത്രമേ ഇപ്പം നമ്മൾ പറയാറില്ലേ, ഇവിടെ കോമ്പറ്റീഷൻ എന്താ പറയുക, സർക്കാരിൻ്റെ തലങ്ങളിൽ ഈ കോമ്പറ്റീഷൻ ഇല്ല. ഏതാ ഈ പറയുന്ന ഒരു ഈ വൈദ്യുതി ആണെങ്കിലും മറ്റ് വൈദ്യുതി ബോർഡാണെങ്കിലും അത്തരത്തിൽ KSRTC. അപ്പോൾ അവിടെ നമ്മളത് പ്രൈവറ്റിന് തുറന്നു കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഉപയോഗം എന്തെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ സർവീസ് ബെറ്റർ ആയിരിക്കും. അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷേ എത്രയോ ഉൽപ്പന്നങ്ങളാണ് എല്ലാ രാജ്യങ്ങളിലേക്കും നമ്മൾ കയറ്റി അയക്കുന്നത്. എത്രയോ ഉൽപ്പന്നങ്ങൾ കയറ്റി. പക്ഷേ ഇവര് പറയുന്ന ഉൽപ്പന്നങ്ങൾ ഈ മോദി സർക്കാരിന്റെ തന്നെ ഒരു ഇരട്ടത്താപ്പുണ്ട് ഉൽപ്പന്നങ്ങളെ പറ്റി പറയുമ്പോൾ. ഈ ബീഫ് നിരോധനം എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ത്യ എന്ന് പറയുന്നത് ബീഫിന്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ്. ലാർജസ്റ്റ് എക്സ്പോർട്ടർ ഓഫ് ബീഫ് ഇന്ത്യയാണ്. അങ്ങനെ ഒരു വിരോധാഭാസങ്ങൾ കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലൊന്നും അല്ല ഈ കയറ്റുമതിയിൽ നിൽക്കുന്നത്. അവരെ പ്രൊമോട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ, പ്രൊമോഷൻ ചെയ്യുന്ന പറഞ്ഞാൽ ഈ പ്രോഡക്ട്സ് ഈ പറയുന്ന അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ, അമേരിക്ക ഇപ്പോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തി അവിടെ വിപണി പിടിച്ചടക്കിയിരുന്നെങ്കിൽ അമേരിക്ക ഇപ്പോൾ ഇവിടെ കൊണ്ട് പ്രോഡക്ട്സ് ഇറക്കിയത് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ പറയുന്നത് ഇപ്പം വളരെ ബേസിക് എക്സാമ്പിൾ, മിൽമ ഉണ്ട്, മറ്റ് പാലുകളും ഉണ്ട് ഇവിടെ. ഏതാണ്, മുരളിയുണ്ട് അല്ലേ, വേറെ പല പല അമ്പാടി എന്നൊക്കെ പറഞ്ഞ് ലോക്കൽ സെറ്റപ്പിലുള്ള ലോക്കൽ പാലുകൾ. പക്ഷേ ഏറ്റവും കൂടുതൽ പേര് വാങ്ങിക്കുന്ന മിൽമയാണ്. അവിടെ മിൽമയ്ക്ക് ഒരു ഇതില്ല. കാരണം ആ മിൽമ ഉണ്ടാക്കി വെച്ചൊരു വിശ്വാസ്യത അല്ലെങ്കിൽ മിൽമയുടെ ക്വാളിറ്റി അതാണ്. അപ്പോൾ ഒരു പ്രോഡക്ട്സിൻ്റെ ഒരു ഇത് വരുന്നത് കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ സർക്കാരിന് ഇവര് തദ്ദേശീയമായിട്ടുള്ള ഇതിനെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തേണ്ട ഒരു അവസ്ഥ വരുന്നത് അതുണ്ട്. അതെന്താണെന്ന് ഇത്രയും നാളെ എന്ന് പറയുന്നത് ഈ കണ്ട വർഷങ്ങളിലൊന്നും ഇവരെ സംബന്ധിച്ച് ഇവർക്ക് വേണ്ടുന്നത്, അതായത് കാർഷിക മേഖലയ്ക്കായാലും ആവശ്യമുള്ളതൊന്നും കിട്ടിയിട്ടില്ല. കാർഷിക ആത്മഹത്യകൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവരെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് എത്തിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അവർക്കത് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് അപ്പോഴും നമ്മുടെ ആളുകളെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു ആവശ്യമാണ്. പ്രൊട്ടക്ഷൻ മാത്രമേ നടക്കുന്നുള്ളൂ ഏത് സർക്കാർ വന്നാലും. പ്രൊട്ടക്ഷൻ നടക്കാതെ സർക്കാരുണ്ട്. അല്ല, അതിന്റെ മേളിലോട്ട് കൊണ്ടുപോകുന്നില്ല രണ്ട് സർക്കാരും. പ്രൊട്ടക്ഷൻ പോലും ഇല്ലാതിരുന്ന കാലത്ത് നിന്നാണ് നമ്മളിപ്പോ ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അതെ, അപ്പൊ അതിന് പടിപടിയായിട്ടേ ഓരോന്നും. അല്ല, ഇത് ഇപ്പൊ തന്നെ ഫാമേഴ്സ് ലോ കൊണ്ടുവന്ന അത് കർഷകർക്ക് ഏറ്റവും ഉള്ളതായിരുന്നു ഫാമേഴ്സ് ബില്ല്. അതിനെ ആരെ എതിർത്തത് നമ്മൾ കണ്ടതാണ്. ഈ എന്താ പറയുന്നത് കോൺഗ്രസ് പാർട്ടി എല്ലാം CPM എല്ലാം കൂടെ ചേർത്താണ് ഈ രാജ്യം മൊത്തം പ്രതിഷേധം നടന്നത്. ഇടനിലക്കാർക്ക് മാത്രം ഗുണം ഉണ്ടാക്കുന്നതായിരുന്നു ആ സമരം. ശരിക്കും ബില്ല് വന്നിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ ഫോഴ്സ് ഉണ്ടാവും. നമ്മൾ ഫോഴ്സ്ഫുൾ ചേഞ്ച് ആ മാറ്റത്തിന് ചില കാര്യങ്ങൾ ചില പ്രോജക്ട്സ് കോൺഗ്രസ് കൊണ്ടുവരാനിരുന്നതാണ്. പക്ഷെ അത് ഇന്ന് BJP നടപ്പാക്കുമ്പോൾ അവരെ മനഃപൂർവ്വം എതിർക്കുകയാണ്. പിന്നെ നമ്മളിപ്പോൾ പറഞ്ഞു വന്നതിലേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ രൂപയുടെ നമ്മൾ പറയല്ലോ ബ്രിക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ബ്രിക്സും നമ്മളെ കണ്ടിട്ട് തന്നെയാണ് ബ്രിക്സിലുള്ളവർ നിൽക്കുന്നത്. അത് നമ്മുടെ നിലപാട് കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ പറയേണ്ടിയും വരും. അപ്പോൾ ബ്രസീലിയൻ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവർ പറയുന്നത് 3% അങ്ങോട്ടേക്ക് കയറ്റുമതിയുള്ളൂ, ഞങ്ങൾ അതങ്ങ് വേണ്ടെന്ന് വെക്കുക, അത് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി മേക്കപ്പ് ചെയ്യും. അപ്പോൾ ആ രീതിയിലുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്. ഈ രൂപയുടെ മൂല്യം ഉയരുന്നുണ്ട്, ഡോളർ താഴുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ബ്രിക്സിന് ശക്തി കൂടുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്ന നിലയിലേക്ക് പോകും. മറ്റ് സമ്മിറ്റുകൾ എല്ലാം എന്ന് പറയുന്നത് ബാക്കിയുള്ള ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് എല്ലാം താഴേക്ക് പോവുകയാണ്. അതെ, അപ്പോൾ അവിടെ ചൈന, റഷ്യ, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് മുന്നിൽ നിൽക്കുന്നത്. മുന്നിൽ നിന്നുകൊണ്ട് നയിക്കാനാണ് ഒരാൾ. നമുക്കൊരു കാര്യം മുന്നോട്ട് എടുത്ത് വെക്കണമെങ്കിൽ ആരെങ്കിലും ഒരാൾ മുന്നിൽ നിന്നേ പറ്റൂ. അതിപ്പോൾ പോസിറ്റീവ് ആകാൻ നെഗറ്റീവ് ആകും. പക്ഷെ നമ്മളത് ചെയ്ത് നോക്കി തന്നെ
അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഇതെങ്ങനെ വരുമായിരിക്കാം, ഇതിന് ഇങ്ങനെ ഒരു തടയിട്ടാൽ ഇത് എങ്ങനെ പോകും എന്നുള്ളൊരു ദീർഘവീക്ഷണത്തോടുകൂടി അവിടെ ചെയ്യാൻ കഴിയുന്നത് ഇന്ത്യക്കാണ്. ഇന്ത്യയെ സംബന്ധിച്ച് അത് ചെയ്യേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ്. നമ്മുടെ മനോഭാവത്തിനനുസരിച്ചിട്ട് നമ്മുടെ ഒരു മനോഭാവം എന്ന് പറയുന്നത് അവരുടെ മുമ്പിൽ പോയി ഇനി നിൽക്കാൻ കഴിയും. അത് ആ രീതിയിലേക്കായി. ഇനി ഒരു പരസ്പര സഹകരണത്തിലൂടെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ മുതലാളിയായിട്ടിരുന്നത് ബാക്കിയുള്ളവരെ അടിയാളരായി കാണുന്ന രീതിയിലേക്ക് ഇനി ലോകം പോവില്ല. അത് എല്ലാ ഭാഗത്തു നിന്നും പരസ്പരം തമ്മിലടിക്കുന്ന പല രാജ്യങ്ങളും ഉണ്ടെങ്കിലും എല്ലാവരുടെയും ഉള്ളിലുള്ളത് ഇത് തന്നെയാണ്. ചൈനയ്ക്ക് പോലും നമ്മളോട് ചേർന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആഗോളതലത്തിൽ ഈ ഒരു മാറ്റം ഉണ്ടാകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള കിടമത്സരമായിട്ട് അവിടെ അങ്ങ് നടന്നു പോയേനെ. പക്ഷെ അവർ പോലും നമ്മളോട് ഒരു നയത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഇനി ഒരു സഹകരണ ഫ്രീ ട്രേഡാണ് എല്ലായിടത്തേക്കും പോകുന്ന ഒരു കാര്യം. അപ്പോൾ അത് എല്ലാവർക്കും ഗുണം ചെയ്യും. ഇതിലേക്ക് വരുന്ന എല്ലാ രാജ്യങ്ങൾക്കും അത് ഗുണം ചെയ്യും. ആ ഒരു രീതിയിലേക്ക് വരികയാണെങ്കിൽ അതായിരിക്കും കുറച്ച് നല്ലത്. അപ്പം ട്രംപിന് സ്വാഭാവികമായിട്ടും പത്തി താഴ്ത്തേണ്ടി തന്നെ വരും. കാരണം ഇപ്പോൾ അമേരിക്കയെ വലിയൊരു കുഴപ്പത്തിലേക്ക് ട്രംപ് കൊണ്ടുവന്ന് എത്തിക്കുക കൂടി ചെയ്യുന്നുണ്ട്. ട്രംപിനെതിരെയുള്ള പോളിങ്ങിൽ ട്രംപ് ഒരു നിലവാരം ഏറ്റവും താഴെയാണ് കിടക്കുന്നത് അമേരിക്കയിൽ. അപ്പോൾ അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി വരുന്നത് ഈ പറയുന്ന ബ്രിക്സ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ മേധാവിത്വമായിരിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ജിയോ പൊളിറ്റിക്സ് ആണ്, ഇതെപ്പോൾ മാറാം എന്നുള്ളതൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത സമയമാണ്. ഓരോ നിമിഷവും ഓരോ പുതിയ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ ട്രംപ് ഇനിയും മുന്നോട്ട് ഇതേ രീതിയിൽ പോവുകയാണെങ്കിൽ അമേരിക്കയുടെ നിലനിൽപ്പിന് അത് ഭീഷണിയാവും. കാരണം വലിയ കടക്കണിയിലാണ് അമേരിക്ക ഇപ്പോഴുള്ളത്. അപ്പോൾ പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരോടും മിതത്വം പാലിച്ച് എല്ലാവർക്കും ഗുണകരമാകുന്ന രീതിയിൽ പോവുകയാണെങ്കിൽ ആ രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയ്ക്കും മാറ്റം വരും. അതിനെ കടുംപിടുത്തം കൊണ്ട് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല.